സമയത്ത് കമ്പ്യൂട്ടറിന്റെ യൂസും അതുകൊണ്ടുണ്ടാകുന്നുള്ള പ്രോബ്ലംസും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിൽ നിന്നുള്ള റേഡിയേഷൻസ് കൊണ്ടാണോ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്? പക്ഷെ വാസ്തവത്തിൽ വിഷ്വൽ ഡിസ്പ്ലേ ടെർമിനൽസിൽ നിന്നും ഉണ്ടാവുന്ന റേഡിയേഷൻ കൊണ്ടുള്ള റിസ്കുകൾ വളരെ കുറവാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അല്ലെ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം. വാട്ട് ഈസ് കമ്പ്യൂട്ടർ വിഷൻ സെന്റർ? നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൂടുതൽ നേരം യൂസ് ചെയ്യുമ്പോൾ തലവേദന തോന്നാറുണ്ടോ? മങ്ങനും ക്ഷീണവും തോന്നാറുണ്ടോ? ഡ്രൈനസ് തോന്നാറുണ്ടോ? ഇതെല്ലാം കമ്പ്യൂട്ടർ വിഷൻ സെന്ററിന്റെ ലക്ഷണങ്ങളാണ്. എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ യൂസേഴ്സിന് ഇത്തരം സിംറ്റംസ് ഉണ്ടാകുന്നത്? നോർമൽ ഒരാളുടെ ബ്ലിങ്ക് റേറ്റ് 16-20 തവണയാണ് ഒരു മിനിറ്റിൽ. ടിയറിന്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയാണ് നാം എല്ലാം ബ്ലിങ്ക് ചെയ്യുന്നത്. ബട്ട് കമ്പ്യൂട്ടർ യൂസേഴ്സിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ബ്ലിങ്ക് റേറ്റ് വളരെ കുറവാണ്. ഇത്തരം ആളുകൾ 6 to 8 ടൈംസ് ഒരു മിനിറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് വൺ ഈസ് അവർ പുവർ പൊസിഷൻ ഇൻ റിലേഷൻ ടു അവർ കമ്പ്യൂട്ടർ. മൂന്നാമതായി ചെറിയ ചെറിയ റിഫ്രാക്റ്റീവ് റേസ് ഉള്ളവർക്കാണ് സീരിയസ് കോമൺ ആയി കാണപ്പെടുന്നത്. ഇനി ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? We can reduce the symptoms of CVS with a 3B approach: blink, breathe and break. We can suggest a formula for this: 20-20-20 rule. In every 20 minutes, look 20 feet distance for 20 seconds. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും 20 ഫീറ്റ് ഡിസ്റ്റൻസ് നോക്കി 20 സെക്കൻഡ് ഇരിക്കുക. കണ്ണിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക, കണ്ണ് അടച്ചു തുറക്കുക. രണ്ടാമതായി ചെയ്യേണ്ടത് നന്നായി ബ്രീത്ത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഓക്സിജനേഷൻസ് ഇൻക്രീസ് ചെയ്യും, മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ സിംറ്റംസിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവർ ടയേർഡ് ആകുമ്പോൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുന്നതോടെ ഒരു റിലാക്സേഷനും അതോടെ തന്നെ ഈ സീരിയസ് പ്രോബ്ലം നമുക്ക് കുറച്ചൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടറിൽ നിന്നുമുള്ള നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ കംഫർട്ട് ആക്കുന്നതും സീരിയസ് പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ നമുക്ക് സഹായിക്കും. നമ്മുടെ ഐ ലെവലിൽ നിന്നും ഒരു 20 ഡിഗ്രി താഴ്ന്നിട്ട് വേണം കമ്പ്യൂട്ടർ സ്ക്രീൻ പ്ലേസ് ചെയ്യാൻ. ഗ്ലാസസും ബ്ലൂ കട്ട് ലെൻസും ഒക്കെ സീരിയസ് പ്രോബ്ലം കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ്. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് സീറ്റിംഗ് പൊസിഷൻ കൊണ്ടാവാം, ചില ആളുകൾക്ക് റിഫ്രാക്റ്റീവ് റേസ് കൊണ്ടാവാം. അപ്പൊ എന്താണോ ഇതിനൊക്കെ കാരണം അത് കണ്ടുപിടിച്ച് അത് പരിഹരിക്കുകയാണ് സീരിയസ് പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനായി നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഇത്തരം വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.